ഗുഡ് ഈവനിങ് അലി അക്ബർ ഷാ. ഇന്ന് രാവിലെ മുതൽ അലി ആശുപത്രിയിലുണ്ട്. ആ കുഞ്ഞിനെ ആശുപത്രിയിൽ എല്ലായിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് മാതാപിതാക്കൾക്കൊപ്പം അലി ഉണ്ടായിരുന്നു. അപ്പോൾ അലിക്ക് ആദ്യം തന്നെ അതിനൊരു നന്ദി പറയുകയാണ് ഞാൻ, കാരണം വ്യക്തിപരമായി കൂടി, കാരണം അലി അത്രയും സ്നേഹത്തോടെ ആ കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അലി ഇനിയിപ്പോൾ അനസ്തേഷ്യ നൽകിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ്, കാരണം കുഞ്ഞാണ്, അല്ലാതെ ബോധാവസ്ഥയിൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർ പറയുന്നത് കേട്ടു. അവർക്ക് അവിടെ താമസിച്ച് ചികിത്സ തുടരുന്ന ഒരു സാഹചര്യമായിരിക്കില്ലേ ഇനി? സുജയ, ഗുഡ് ഈവനിങ്. തീർച്ചയായും ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 9 വയസ്സ് മാത്രമാണ് പ്രായം. ഡോക്ടർ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ ഒരു പ്രായപൂർത്തിയായ അല്പം പ്രായമുള്ള ഒരാളാണെങ്കിൽ ഈ ചികിത്സയോട് സഹകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് ഓരോ ദിവസവും കാഴ്ച നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചം കുട്ടിക്ക് പേടിയാണ്, വെളിച്ചത്തിൽ കണ്ണു തുറക്കാൻ ആ കുട്ടിക്ക് കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ നമുക്ക് കാണാം, മുഖം മൂടിക്കെട്ടിയാണ് ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ മാതാപിതാക്കൾക്ക് കൊണ്ടു നടക്കേണ്ടി വരുന്നത്. ആ നിലയിൽ തന്നെയാണ് ഇന്ന് കൊല്ലത്തു നിന്നും ഒരു 11:30യോടുകൂടി കൊച്ചി ഗിരിധർ ആശുപത്രിയിലേക്ക് നിഹാനയെ എത്തിക്കുകയും ചെയ്തത്. ആ സമയത്ത് തന്നെ പ്രത്യേകം സജ്ജീകരിച്ചൊരു മുറിയിലേക്ക്, അതായത് ഒരു തരത്തിലും വെളിച്ചം കടക്കാതെ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു മുറിയിലാണ് കുട്ടിയെ എത്തിച്ചത്. ഇപ്പോൾ ഡോക്ടർമാരുടെ പ്ലാൻ എന്ന് പറയുന്നത്, നിലവിൽ കുട്ടിയെ കണ്ണു തുറന്ന് പരിശോധിക്കാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ അനസ്തേഷ്യ നൽകി വിശദമായ ഒരു പരിശോധന നടത്തുക എന്നതാണ്. അതിനുശേഷം മാത്രമായിരിക്കും ശസ്ത്രക്രിയയാണോ, എന്താണ് ഇതിനൊരു പരിഹാരമാർഗം, എന്ത് തരത്തിലുള്ള ചികിത്സയിലേക്കാണ് നിഹാനയെ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കുക. ആ രോഗത്തിന്റെ ഭീകരാവസ്ഥ നമ്മൾ കേട്ടു. സ്റ്റീവൻ ജോൺസൺ സിൻഡ്രം എന്ന് പറയുന്ന രോഗം തന്നെ അപൂർവമാണ്. അതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള വകഭേദമാണ്, ഏറ്റവും സിവിയർ ആയിട്ടുള്ള വകഭേദമാണ് 9 വയസ്സ് മാത്രം പ്രായമുള്ള നിഹാനയ്ക്ക് പിടിപെട്ടിരിക്കുന്നത്. എന്തായാലും വിദഗ്ധമായ ചികിത്സ ആവശ്യമായുണ്ട്. അത് നൽകാനുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു ഗിരിധർ ആശുപത്രിയിൽ എന്നതാണ്. ഇപ്പോൾ എന്തായാലും നിഹാനയുടെ ചികിത്സ ഈ കോർണിയ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വിനയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾ അതൊരു ലോങ് ടേം പ്രോസസ്സാണ് എന്നുള്ളത് ഡോക്ടർ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ച് ചികിത്സ നടത്തുക എന്നത് മാത്രമാണ് മാർഗം. എന്തായാലും നിഹാന ഉടൻ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ കുറെ കൂടി വെളിച്ചമുള്ള ഒരു ലോകത്തേക്ക് കണ്ണു തുറന്നു വരുമെന്ന് നമുക്ക് ആ കുടുംബത്തോടൊപ്പം തന്നെ പ്രതീക്ഷിക്കാം. സുജയ, താങ്ക് യു അലി. അതുപോലെ തന്നെ നമുക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഡോക്ടേഴ്സുമായി ബന്ധപ്പെട്ട ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. ഒരുപാട് നല്ലവരായ പ്രേക്ഷകർ നമ്മൾ ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ മിനിഞ്ഞാന്നാണ് ഈ കുഞ്ഞിന്റെ അവസ്ഥ പുറം ലോകത്തേക്ക് തുറന്നു വെച്ചത്. അതിനുശേഷം ആരോഗ്യമന്ത്രി എന്താണ് ഈ കുഞ്ഞിന് സംഭവിച്ചതെന്നുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കി. അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എന്തായി കുഞ്ഞിന്റെ കാര്യമെന്ന് ഇന്നലെയും അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ കുറെ പേർ ചേർത്ത് പിടിച്ച് ആംബുലൻസ് ഒരുക്കിയ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ, അങ്ങനെ എല്ലാവരും, ഒരു നാട്, മനുഷ്യർ, സ്നേഹമുള്ള മനുഷ്യർ എല്ലാവരും ചേർന്ന് വന്നപ്പോൾ അത് സാധ്യമായി. നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ തുടരണം. ആ കുഞ്ഞ് ചിരിച്ച് കളിച്ച് ഇവിടെ വന്നൊരു ഡാൻസ് കളിക്കണം, അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ കുഞ്ഞിനെ അത്രയും സന്തോഷത്തോടെ 5ാം ക്ലാസ്സിലേക്ക് അവൾ പോകുമ്പോൾ ഏറ്റവും മിടുക്കിയായിട്ട് അവളുടെ കൂട്ടുകാർക്കൊപ്പം അവൾ ചേരുന്നത് കാണുമ്പോഴേ നമ്മുടെ ഈ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ അതിനായി പ്രിയപ്പെട്ട പ്രേക്ഷകരും പ്രാർത്ഥിക്കുക. ആ കുഞ്ഞിന്റെ പൂർണ്ണമായ സുഖപ്പെടലിനായി നമുക്ക് കാത്തിരിക്കാം.